ഹലോ, നമുക്കിന്ന് പാലപ്പം ഉണ്ടാക്കിയാലോ? 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് 3 സ്പൂൺ വെള്ള അവലും ചേർത്തു, 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തു, തേങ്ങാവെള്ളവും അരമുറി തേങ്ങായും ചേർത്ത് അരച്ചെടുത്തിയാണ് ഈ പരുവം. നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഞാൻ വെച്ചതേ ഉള്ളൂ. പൊങ്ങി. നമുക്ക് പാലപ്പച്ചട്ടിയിൽ ഒഴിക്കാം. പാലപ്പച്ചട്ടിയിൽ ഒഴിച്ചു നമ്മൾ അടച്ചു വെക്കാം. നമ്മുടെ പാലപ്പത്തിന് കൂട്ടാനുള്ള ഒരു പൊടിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടി, ഉള്ളിയെല്ലാം കൂടെ ഇടാൻ പോവുകയാണ്. അടിപൊളി ചമ്മന്തിയാണ്. ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പക്ഷെ എൻ്റെ നാട്ടിലായിരുന്നു ഈ ചമ്മന്തി ആദ്യം വന്നത് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പം എല്ലാ വീടുകളിലും ഹോട്ടലുകളിലും എല്ലാം ഈ ചമ്മന്തി ഉണ്ടാക്കും. ഇവിടെയുള്ള എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തു. അതിനകത്തോട്ട് മുളകും ഉള്ളിയും ഉപ്പും തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് അരച്ച ചമ്മന്തിയാണ്. നല്ലോണം അരയത്തിലൊന്ന് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ. നമ്മുടെ ചമ്മന്തിയും പാലപ്പവും ഇവിടെ റെഡിയായി. പൊടിച്ചമ്മന്തി. ഈ പാലപ്പം ചമ്മന്തി നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ട്. ദുബായിലെ ഇൻ്റർനാഷണൽ സിറ്റിയിലും കരാമയിലും ഒക്കെ ഉള്ള പലരും ഈ ചമ്മന്തി ഈ പാലപ്പവും എൻ്റെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പാലപ്പം ഇന്ത്യക്ക് വെളിയിൽ വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. അടിപൊളി പാലപ്പം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.